അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അൽ മുഖാമാത്തുൽ ഫുറാത്തിയ എന്ന ഭാഗത്തിലെ കുറേ ഭാഗങ്ങൾ ചർച്ച ചെയ്തു. അപ്പോൾ ഒരു വസ്ത്രം ധരിച്ച ആരും പരിഗണിക്കാത്തൊരു മനുഷ്യൻ അയാളുടെ സാഹിത്യത്തിലുള്ള വർത്തമാനം അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ ഈ തർക്ക വിഷയത്തെ സംബന്ധിച്ച്. അങ്ങനെ അയാൾ ആദ്യം ഇൻഷാഇനെ പുകഴ്ത്തിക്കൊണ്ട് അതിൻ്റെ ശ്രേഷ്ഠതകളും മറ്റും പറഞ്ഞുകൊണ്ട് ഒരുപാട് സംസാരിച്ചു. അങ്ങനെ അവസാനം അയാൾക്ക് തോന്നി ഒരു വിഭാഗത്തിന് അയാൾ തൃപ്തിപ്പെടുത്തി മറ്റൊരു വിഭാഗത്തിന് ദേഷ്യം പിടിപ്പിച്ചു എന്ന് തോന്നി എന്ന് അയാൾക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു. അവിടെ നമ്മൾ നിർത്തിയതിലെ ഇതിന്റെ ബാക്കിയാണ് ശ്രദ്ധിക്കുക. فعقب كلامه بأن قال إلا أن صناعة الحساب موضوعة على التحقيق وصناعة الإنشاء مبنية على التلفيق وقلم الحاسب ضابط وقلم المنشي خابط وبين إتابة التوظيف المعاملات وتلاوة طوامير السجلات بون لا يدركه القياس ولا يعتروه الالتباس. അപ്പോൾ ചില ആളുകളെ തൃപ്തിപ്പെടുത്തി ചില ആളുകളെ ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം ഉടനെ പിറകിൽ കൊണ്ടുവന്നു കലാമോ അയാളുടെ കലാമിനെ. അപ്പൊ ഇത് പറഞ്ഞ് നേരത്തെ മുകളിൽ പറഞ്ഞ ആ കാര്യങ്ങൾ പറഞ്ഞ ഉടനെ അയാൾ കൊണ്ടുവന്നു. ബിയങ്കാല അയാൾ പറയൽ കൊണ്ട് അതിനുശേഷം അയാൾ പറഞ്ഞു ഇല്ല എങ്കിലും ഇങ്ങനൊക്കെയാണെങ്കിലും ഇൻഷാനെ വെച്ച് പുകഴ്ത്തി പറയാനല്ലേ അങ്ങനെയൊക്കെയാണെങ്കിലും അന്ന സ്വിനാഅത്തൽ ഹിസാബി ഹിസാബിന്റെ പ്രവർത്തനം, ഹിസാബിന്റെ നിർമ്മിതി, അക്കൗണ്ടിന്റെ നിർമ്മിതി, അത് മൗദൂഅത്തുൻ അത് വെക്കപ്പെട്ടിരിക്കുന്നു അല തഹ്ഖീഖി ഒരു ഉറപ്പിന്റെ മേൽ, ഉറപ്പിച്ചൊരു കാര്യം പറയാ എന്നതിന്റെ മേൽ എടുക്കപ്പെട്ടതാണ് ഹിസാബ്. അതേസമയം സനാഅത്തുൽ ഇൻഷായിന്റെ നിർമ്മിതി എന്നത് മബ്നിയത്തുൻ അലാ തൽഫീഖിൻ ചിലതിനെ മറ്റുള്ളതിലേക്ക് ചേർത്തി പറയൽ, സത്യവും മിഥ്യയൊക്കെ കൂട്ടിക്കലർത്തി പറയാന്നപ്പോ അതിന്റെ വാക്കർത്ഥം. ഇവിടെ ഒരു കാര്യത്തെ മറ്റു ചില കാര്യത്തിലേക്ക് ചേർത്തി പറയൽ എന്നതിന്റെ മേൽ എടുക്കപ്പെട്ടതാണ് ഇൻഷായ്. എന്നാൽ ഹിസാബ് അങ്ങനെയല്ല, അത് എപ്പോഴും ഒരു തഹ്ഖീഖ് യാഥാർത്ഥ്യം വളരെ ക്ലിപ്തമാക്കി പറയലിന്റെ മേൽ എടുക്കപ്പെട്ടതാണ്. ഖലമുൽ ഹാസിബി അക്കൗണ്ടന്റിന്റെ കണക്കുകാരന്റെ പേന എന്ന് പറയുന്ന ലാബിത്തുൻ എല്ലാം ക്ലിപ്തപ്പെടുത്തുന്നതാണ്, എല്ലാം കറക്റ്റാക്കി വെക്കുന്നതാണ്, ഉറപ്പിക്കുന്നതാണ്. അതേസമയം ഖലമുൽ മുൻഷി ഖാബിത്തുൻ എന്നാൽ ഇൻഷാ ഉണ്ടാക്കുന്ന ആളുടെ പേന എന്ന് പറയുന്നത് ഖാബിത്തുൻ അത് വഴിതെറ്റിപ്പോകുന്നതാണ്. അത് പല സൈഡിലെയും പല ഭാഗത്തിലൂടെയും പോയി വരുന്ന അർത്ഥം. വബൈന ഇജാവത്തി തൗളീഫിൽ മുആമലാത്തി ഇടപാടിലുള്ള ഓഹരികളിലെ നികുതികൾ നിർണയിക്കുക. ഇതാവത്തി എന്ന് പറഞ്ഞാൽ ഹറാജ് എന്നർത്ഥം, നികുതി, ഒരിനം നികുതിക്കാണ് പറയാ. തൗളീഫിൽ മുആമലാത്ത് ഇടപാടുകളിലെ ഓഹരി, തൗളീഫ് എന്ന് പറഞ്ഞാൽ തഖ്സീത്ത് ഓഹരി ചെയ്യൽ എന്നാണ് അർത്ഥം. മുആമലാത്ത് എന്ന് പറഞ്ഞാൽ ഇടപാടുകൾ. അപ്പൊ ഇടപാടുകളിലുള്ള ഈ ഇടപാടുകളിലെ ഈ ഓഹരികളിലുള്ള നികുതികൾ നിർണയിക്കുക, അതാണ് ആരുടെ പണി? ഹാസിബിന്റെ പണി അതാണ്. അതിന്റെ ഇടയിലും ഒരുപാട് ഏടുകളിലെ സന്ദേശങ്ങളുടെ കുറിപ്പുകൾ, തവാമീർ എന്ന് പറഞ്ഞാൽ കുറിപ്പുകൾ, സന്ദേശക്കുറിപ്പുകൾ എന്നൊക്കെ അർത്ഥം. തവാമീർ അൽ സിജില്ലാത്ത് എന്ന് പറഞ്ഞാൽ ഏടുകൾ. അപ്പൊ ഏടുകളിലുള്ള കുറിപ്പുകൾ വായിക്കൽ, കുറിപ്പുകളിലെ വായന, അതിൻ്റെ ഇടയിലും എന്തുണ്ട്? ബൗനുൻ വളരെ വിദൂരതയുണ്ട്. യുദ്രിക്കു അതിനെ മനസ്സിലാക്കാൻ കഴിയൂല. ഖിയാസുൻ ഖിയാസാക്കി നോക്കലുണ്ടെന്നും അതെന്താവൂല, മനസ്സിലാവൂല. വലാ യഅ്തറൂഹു അതിനെ ഉദ്ദേശിക്കുകയോ അതിനെ ഉപയോഗിക്കുകയോ ചെയ്യുകയില്ല. ഇൽത്തിബാസും സംശയത്തിനും, അതായത് സംശയം കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ശങ്ക ഉണ്ടായതുകൊണ്ടോ അല്ലെങ്കിൽ ഖിയാസ് കൊണ്ടോ അത് മനസ്സിലാക്കാനോ കഴിയൂല. അത്രമാത്രം വിദൂരത അത് തമ്മിലുണ്ട് എന്നർത്ഥം. കാരണം ഒന്ന് ഹാസിബിന്റെ പണിയാണ്, മറ്റൊന്ന് ഇൻഷാ ഉണ്ടാക്കുന്ന ആളെ പണിയാണ്. ഇത് കാരണം ഇതാവത്ത് എന്ന റിശ്വത്ത് എന്ന അർത്ഥം, അത് കൈക്കൂലി എന്നൊക്കെ പറയും മലയാളത്തിൽ. കൈക്കൂലി കാരണം അക്കൗണ്ടന്റ് ആകുമ്പോ അവനക്ക് ഒരുപാട് കള്ളക്കണക്കുകൾ പലതും ചെയ്ത് അതിനൊക്കെ ഒരുപാട് എന്ത് കിട്ടും? കൈപ്പണം കിട്ടും. അത് തമ്മിലൂൽ അക്കിയാസ അത് എന്ത് നടക്കും? കീസകൾ നടക്കും, സഞ്ചികൾ നടക്കുന്നതാണ്.
കീസന്യമാണ് അക്കിയാസ്. തിലാവത്തു അതേസമയം വായന എന്നുള്ളത് തുഫർരിഉൽ റഅസ അത് തലയെ ഒഴിച്ചു നിർത്തണം എന്നാണ്. അതായത് പലതും വായിക്കേണ്ടി വരും, പല മേഖലകളിലൂടെയും എന്ത് ചെയ്യണം, ഒരുപാട് വായനകളും ഉറക്കൊയ്ക്കലുകളൊക്കെ വേണം. അതാണ് തലയെ അത് ഒഴിച്ചു നിർത്തും എന്ന് പറഞ്ഞത്. വഖറാജുൽ അവാരിജി യുഗ്നി നാദിറ. വഖറാജുൽ അവാരിജി, അവാരിജ് എന്ന് പറഞ്ഞാൽ ഈ എന്താണ്, ഈ നികുതികൾ പിരിക്കുകയും അതിന്റെ ജോലികളൊക്കെ എടുക്കുകയും ചെയ്യുക എന്നാണ് അവാരിജിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെ നികുതികൾ പിരിക്കുകയും അതിന് ജോലികളും എടുക്കുകയും ചെയ്യുമ്പോൾ ചില നികുതികൾ ഇവൻക്കും കിട്ടും. അതാണ് ഖറാജുൽ അവാരിജ് എന്ന് പറഞ്ഞത്. അത് യുഗ്നി അത് ഐശ്വര്യമാക്കും, സമ്പന്നമാക്കും. ആരാൻ നാദിറ, ഇത് നോക്കി നിർത്തുന്ന ആളെ, ഇതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നത് നോക്കി നിർത്തുന്ന ആളെന്ത് ചെയ്യും, അയാളത് സമ്പന്നമാക്കുക. അയാൾക്ക് വേറെ പണിയൊന്നുമില്ല, കൂടുതൽ പണി നിർക്കേണ്ട ആവശ്യമില്ല, എന്ത് ചെയ്യും, നല്ല മുതലുണ്ടാക്കാന്നർത്ഥം. അതേസമയം വസ്തിഖ്റാജുൽ മദാരിജി, അതേസമയം വസ്തിഖ്റാജുൽ മദാരിജി, മദാരികൾ എന്ന് പറഞ്ഞാൽ ഇവിടെ റസായലുകൾ, എഴുത്തുകുത്തുകൾ എന്നർത്ഥം. അതിനെ പുറപ്പെടുവിക്കുക എന്ന് പറഞ്ഞാൽ അത് യുഅന്നി അത് ക്ഷീണിപ്പിക്കും അന്നാദറ കൃഷ്ണമണിയെ. ഒന്നാമത്തെ നാദർ നോട്ടക്കാരൻ എന്നർത്ഥം, രണ്ടാമത്തെ നാദർ കൃഷ്ണമണി എന്ന അർത്ഥത്തിനാണ്. അതായത് കൂടുതൽ വായിക്കുകയും അതിനുവേണ്ടി ഉറക്കമൊഴിക്കുകയും ചെയ്യുമ്പോൾ അതെന്താവും, ആ എഴുത്തുകുത്തുകൾക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ അത് കൃഷ്ണമണിയെ ക്ഷീണിതപ്പെടുത്തും. അതായത് എഴുത്തുകാരനാവുമ്പോൾ ഒരുപാട് ഇടങ്ങേറും പ്രയാസമൊക്കെ ഉണ്ട് വല്ലതും കിട്ടണമെങ്കിൽ എന്നർത്ഥം. അതേസമയം ഈ മറ്റേ കണക്കുകാരനാവുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മുതൽ സമ്പാദിക്കാം എന്നാണ് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞതിന്റെ ഉദ്ദേശം. സുമ്മ ഇന്നൽ ഹസബത ഹഫളത്തുൽ അംവാൽ, പിന്നെ അക്കൗണ്ടൻസ്, അക്കൗണ്ട് പണിയെടുക്കുന്ന ആളുകൾ, കണക്ക് നോക്കുന്ന ആളുകൾ, അവർ ഹഫളത്തുൽ അംവാൽ മുതലുകളെ സൂക്ഷിക്കുന്ന ആളുകളാണ്. വഹമലത്തുൽ അസ്ഖാൽ ഭാരങ്ങൾ ചുമക്കുന്നവരാണ്. വനഖലത്തുൽ അസ്ബാത്ത് ഉറപ്പിച്ച കാര്യങ്ങളെ നീക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ, ഉറപ്പിച്ച കാര്യങ്ങളെ നീക്കുന്നവരാണെന്ന് പറഞ്ഞാൽ ഉദ്ദേശം, അതായത് ഉറപ്പായി അവർ വഹുമല യഖീനിൻ വസിബാത്തിൻ ഫീമാ യൻഖുലൂന, അവർ നീക്കുന്ന കാര്യങ്ങൾ അവർ വിശ്വസിക്കപ്പെടുന്നവരും ഒരു ഉറപ്പുണ്ടാവും എന്നർത്ഥം. അതാണ് അന്നഖലത്തുൽ അസ്ബാത്തു എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അസ്സഫറത്തു ഒരുപാട് എഴുതുന്ന ആളുകളും, അസിഖാത്തു വിശ്വസ്തരുമാണ്. അഅലാമുൽ ഇൻസാഫ് വൽ ഇന്തിസാഫ്, അഅലാമു അവർ അടയാളങ്ങളാണ് എന്തിനുള്ള ഇൻസാഫ് നീതി കൊടുക്കുകയും, വൽ ഇന്തിസാഫ് നീതി ഇങ്ങോട്ട് അവകാശങ്ങൾ ഇങ്ങോട്ട് വാങ്ങിയെടുക്കുക, അതിനാണ് ഇന്തിസാഫ് എന്ന് പറയുക. ഇൻസാഫ് അങ്ങോട്ട് കൊടുക്കുക, അവകാശങ്ങൾ അങ്ങോട്ട് കൊടുക്കുക. അപ്പൊ നീതികൾ കൊടുക്കുകയും നീതി വാങ്ങുകയും ചെയ്യുന്നതിന് അടയാളങ്ങളാണ് അവർ. അവരുടെ കയ്യിലാണ് അല്ലല്ലോ എന്നർത്ഥം. അവർ തെറ്റിച്ച് എഴുതിയാൽ എന്തായി പോവും, ഇവന് കൂടുതൽ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ തിരി കൊടുക്കേണ്ടതൊക്കെ വരും. അതൊക്കെ ഓന്റെ ഇതുപോലെ ഉണ്ടാവും. അപ്പൊ നീതി യുക്തമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അടയാളാണ് ഓന് നടത്തും. വശുഹൂദ് മാത്രമല്ല അവർ സാക്ഷികളാണ്. അൽ മഖാനിയോ തൃപ്തിപ്പെടുന്ന സാക്ഷികൾ. ഫിൽ ഇഖ്ലാഫി എന്ന് ചിലതിലുണ്ട്, ഫിൽ ഇഖ്തിലാഫി എന്ന് ചിലതിലുണ്ട്. ഇഖ്തിലാഫ് ആവുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുമ്പോൾ ഞാൻ ഇത്രയാണ് കൊടുക്കാനുള്ളൂ, അല്ല ഇത്ര തരാണ്ടെന്ന് രണ്ടാൾ പരസ്പരം ഉണ്ടാവുമ്പോൾ അഭിപ്രായ വ്യത്യാസമാകുമ്പോൾ അവന്റെ കണക്ക് നോക്കി അതിൽ നീതിയുക്തമായ സാക്ഷിത്വം വഹിക്കേണ്ട ആളാരാണ്, ഈ എഴുതി വെക്കുന്ന കണക്ക് എഴുതുന്ന ആളാണെന്ന് അർത്ഥം. അതാണ് അഷൂദുൽ മുഖാനിയ എന്ന് പറഞ്ഞത്. നീ അൽ ഇഖ്ലാഫ് എന്നാണെങ്കിൽ ചില ഇതിലെന്തുണ്ട്, ഫിൽ ഇഖ്ലാഫി എന്ന് കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ അർത്ഥം മാറും. ഇഖ്ലാഫി ആണെങ്കിൽ കൃഷിയുടെ നല്ലതിൽ നിന്നാണ്, ജൗദത്തു സറൈന കൃഷിയുടെ ഏറ്റവും നല്ലതിലുള്ള. അപ്പൊ അത് അവന്റെ കൃഷി നല്ലതായിട്ടുണ്ടോ, അപ്പൊ അതിന് നല്ല നികുതി കൊടുക്കേണ്ടി വരും. അല്ല കുറച്ചുകൂടെ അപ്പൊ ആ വിഷയത്തിൽ സാക്ഷി നിൽക്കപ്പെടുന്ന ആൾ ഓനാണ് എന്ന അർത്ഥായിക്കാരം അങ്ങനെ വരും കേട്ടോ. രണ്ടർത്ഥം മനസ്സിലാക്കാം. വമിൻഹും അൽ മുസ്തൗഫി അല്ലദീ വയദു സുൽത്താൻ. വമിൻഹും അവരിലുണ്ട് അൽ മുസ്തൗഫി പൂർത്തിയാക്കുന്നവൻ, കാര്യങ്ങൾക്ക് നല്ല രീതിയിൽ പൂർത്തിയാക്കി തരുന്നവൻ. റസുൽ മഷാരിബ് എന്നർത്ഥം. മുസ്തൗഫി എന്ന് പറഞ്ഞാൽ റസുൽ മഷാരിബ് എന്നർത്ഥം പറഞ്ഞിട്ടുണ്ട്. അതായത് പാനീയങ്ങളുടെ തല, അതിന്റെ ഹെഡ് എന്നർത്ഥം. അവൻ യദു സുൽത്താൻ സുൽത്താന്റെ സഹായിയാണ്. അങ്ങനത്തെ ആളുകളുണ്ട്. വഖ്തുബുദ്ദീവാൻ നികുതികൾ എഴുതി വെക്കുന്ന ഏടിനാണ് എന്ത് പറയുന്നത്, ദീവാൻ. ദാറു കിതാബിൽ ഹറാജ് എന്നുണ്ടോ, നികുതി എഴുതുന്ന വീട് എന്നൊക്കെ ദീവാൻ. അതിന്റെ അച്ചുതണ്ടായി നിൽക്കുന്ന ആളുണ്ട് കുത്തുബ്. നമ്മളങ്ങനെ ആസും കരുമ്പോ നടുവിൽ കല്ലുണ്ടല്ലോ, അതിനാ എന്താ പറയുക, കുത്തുബ് എന്ന് പറയട്ടോ.
അതിന് നെടുന്തൂൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ആളുകളുണ്ട്. ഖിസ്താസുൽ അഅമാൽ, അമലുകളുടെ തുലാസ്, ഖിസ്താസ് എന്ന മീസാൻ എന്നർത്ഥം. ഖിസ്താസുൽ അഅമാൽ, അമലുകളുടെ തുലാസായ ചില ആളുകൾ അവരിലുണ്ട്. വൽ മുഹൈമിനു അലൽ ഉമ്മാൽ, ജോലിക്കാരുടെ മേൽ സാക്ഷി നിൽക്കുന്ന ആളുകൾ അവരെ കൂട്ടത്തിലുണ്ട്. ഇലൈഹി, ആ അക്കൗണ്ടന്റിലേക്കാണ്, ആ കണക്കിൽ നോക്കുന്ന ആളിലേക്കാണ് അൽ മആബ്, മടങ്ങുക. ഫിസ്സൽമി വൽ ഹർജി, ഫിസ്സൽമി, എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ അവിടെ സുൽഹ് ചെയ്യണോ, സൽമ്, അല്ലെങ്കിൽ അവൽ ഹർജി, അല്ലെങ്കിൽ യുദ്ധം, അതൊക്കെ ചെയ്യണമെന്ന് നോക്കുക. ഓരോ രാജ്യത്തിന്റെയും സാമ്പത്തിക ഭദ്രതയും മറ്റും നോക്കിയിട്ടാണല്ലേ. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ അവിടെ തീരുമാനം എടുക്കേണ്ടത് ഇയാളിലേക്കാണ് മടങ്ങുക എന്നർത്ഥം. വഅലൈഹി, അയാളുടെ മേണാൽ മദാറു, അവലംബം, ഫിദ്ദഖ്ലി വൽ ഖർജി, എന്തൊക്കെ ഇങ്ങോട്ട് കിട്ടാനുണ്ട്, ഇവിടുന്ന് എന്തൊക്കെ അങ്ങോട്ട് കൊടുക്കാനുണ്ട്. ഒരു അധികാര പരിധിയിൽ വരുമ്പോ അവിടെ എന്തൊക്കെ ആ രാജ്യത്തിന്റെ അകത്തേക്ക് വരണം, ഇവിടുന്ന് എന്തൊക്കെ കാര്യങ്ങൾ പുറത്തു പോകണം എന്നൊക്കെ തീരുമാനിക്കുന്നത് രാജാധി മുതലും തന്റെ പ്രജകളിൽ നിന്നും എന്തൊക്കെ ഇങ്ങോട്ട് കിട്ടാനുണ്ട്, അങ്ങോട്ട് എന്തൊക്കെ കൊടുക്കാനുണ്ട്, സൈന്യത്തിന് മറ്റും ചെലവുകൾ എന്തൊക്കെ, അതൊക്കെ തീരുമാനിക്കുന്നത്, അതിന്റെയൊക്കെ അവലംബം ഈ കണക്ക് നോക്കുന്ന ആളാണ്. വബിഹി, അവനെ കൊണ്ടാണ് മനാത്തുല്ലി വന്നഫി, ഉപകാരത്തിന്റെയും ഉപദ്രവവും ഒക്കെ ബന്ധിച്ചു കിടക്കുന്നത് അവനുമായി ബന്ധപ്പെട്ടാണ്. വഫിയദിഹി, അവന്റെ കയ്യിലാണ് റിബാത്തുൽ ഇഅ്താഇ വൽ മൻഇ, നൽകലിന്റെയും തടയലിന്റെയും ഒക്കെ ബന്ധിപ്പിച്ചു കിടക്കുന്നത് അയാളുടെ കയ്യിലാണ്. അയാൾ തീരുമാനിക്കുന്ന പോലെയാണ് കൊടുക്കണോ വേണ്ടെന്നൊക്കെ എന്ത് ചെയ്യുക, തീരുമാനിക്കുക. ഒരു അധികാരം ഉണ്ടെങ്കിൽ നന്മയും ചെലവഴിക്കലൊക്കെ അയാളനുസരിച്ചാണ് ഉണ്ടാകുക. പൈസ ഇല്ലാന്ന് പറഞ്ഞപ്പോൾ കൊടുക്കാൻ പറ്റൂല, കണ്ടില്ലേ. അപ്പൊ അങ്ങനെ അയാളുടെ കയ്യിലാണ് ഒക്കെ ബന്ധിപ്പിച്ചിട്ടുണ്ടാവുക. ഫലൗലാ ഖലമുൽ ഹിസാബി, അപ്പോൾ ഈ അക്കൗണ്ടന്റുകളുടെ പേനകൾ ഇല്ലായിരുന്നുവെങ്കിൽ, അപ്പൊ ഇവര് കറക്റ്റായി കണക്കുകളും മറ്റും എഴുതി വെച്ചിട്ട് ഇല്ലായിരുന്നുവെങ്കിൽ എന്നർത്ഥം. ലഔദത്ത് സമറത്തുൽ ഇക്തിസാബ്, ലഔദത്ത് നശിച്ചു പോകുമായിരുന്നു. സമറത്തുൽ ഇക്തിസാബ്, സമ്പാദനത്തിന്റെ ഫലം. ഒരുപാട് ജോലി ചെയ്യും, ഇവൻ ജോലി ചെയ്തൊന്നും ഓനവിടെ എഴുതി വെച്ചിട്ടില്ലെങ്കിലോ, ഇവൻ പ്രസന്റ് ആണെന്ന് അവിടെ എഴുതി വെച്ചിട്ടില്ലെങ്കിൽ, ഇവന്റെ കൂലി അവിടെ എഴുതി വെച്ചിട്ടില്ലെങ്കിലോ കിട്ടുമോ? ഒന്നും കിട്ടൂലല്ലോ. അതാണ് ഇവൻ ജോലി ചെയ്ത ഇവന്റെ ഈ ജോലിയുടെ ഫലങ്ങൾ അത് നശിച്ചു പോകുമായിരുന്നു. വലത്തസല തഗാബുന യൗമിൽ ഹിസാബ്, മാത്രമല്ല വലത്തസല ചേരുകയും ചെയ്യുമായിരുന്നു. ആ തഗാബുന്, വഞ്ചന, ഇലാ യൗമിൽ ഹിസാബ്, ഖിയാമത്ത് നാൾ വരെ. വലകാന നിലാമുൽ മുആമലാത്തി മഹ്ലൂല, അതുപോലെ തന്നെ ഇയാളുടെ പേന ഇല്ലായിരുന്നുവെങ്കിൽ വലകാന, ആകുമായിരുന്നു, നിലാമുൽ മുആമലാത്തി, ഈ ഏർപ്പാടുകളുടെ ഒക്കെ വ്യവസ്ഥ, മഹ്ലൂലൻ, അത് കെട്ടഴിഞ്ഞു പോകുമായിരുന്നു. വജുറുൽ ദുലുമാത്തി, അന്ധകാരത്തിന്റെ മുറിപ്പാടുകൾ, അതായത് അക്രമത്തിന്റെ മുറിവുകൾ, മത്ലൂലൻ, അത് അപകടകരമായി തീരുമായിരുന്നു. കാരണം ഒരു കണക്കും കഴിയുന്നില്ലോ, തോന്നിയമാരിക്കാരെന്ന് അർത്ഥം. വജൈദു തനാസുഫി മഗ്ലൂലൻ, വജൈദു തനാസുഫി, നീതി നിർവ്വഹണം. തനാസുഫ് എന്നാൽ എന്താണ്? കൊടുക്കുകയും വാങ്ങുകയും ചെയ്യും, രണ്ടും ചെയ്യുന്ന തനാസുഫ് എന്ന് പറയാ. അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുകൾ, അതിന്റെ കഴുത്ത്, നീതി നൽകുകയും വീട്ടുകയും ചെയ്യുക, അതിന്റെ കഴുത്തിൽ മഗ്ലൂലൻ എന്തായിട്ടുണ്ടാവും? ബന്ധനസ്ഥനം ആക്കപ്പെട്ടിട്ടുണ്ടാവും, ചങ്ങലയിടപ്പെട്ടിട്ടുണ്ടാവും എന്നർത്ഥം. വസൈഫ് തലാലിമി മസ്ലൂല, വസൈഫ് തലാലിമി, അക്രമത്തിന്റെ വാളുകൾ, മസ്ലൂലിന് അയച്ചുവിടപ്പെട്ടതായിരിക്കും. ഇവന്റെ പേനയില്ലായിരുന്നു. അപ്പൊ കറക്റ്റ് എഴുതി വെക്കുന്നതുകൊണ്ടാണ് ഒക്കെ ഈ പറഞ്ഞ രീതിയിലൊന്നും ഇല്ലാതെ, പ്രശ്നമില്ലാതെ ഒക്കെ പരിഹരിച്ചു പോകണമെന്നർത്ഥം. അല അന്ന യറാ അൽ ഇൻഷാഇ മുതഖവ്വിലുൻ, മാത്രല്ല എന്താ, അല അന്ന യറാ അൽ ഇൻഷാഇ, ഈ ഇൻഷാഇന്റെ പേനകൾ, യറാ എന്ന് പറഞ്ഞാൽ അഖലാം എന്നർത്ഥം, പേനകൾ, മുതഖവ്വിലുൻ, അത് വ്യാജ പ്രസ്താവന നടത്തുന്നതാണ്. കാരണം ഇൻഷായും പലതും എന്താണ് പുകഴ്ത്തി പറയലും ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിന് പല ഇല്ലാത്ത വസ്തുക്കളൊക്കെ പറയേണ്ടി വരും. അപ്പൊ വ്യാജം അതിൽ കൂടിക്കലരും, അതാണ് പറഞ്ഞത്. വയറായിൽ ഹിസാബി, അതേസമയം ഈ അക്കൗണ്ടിന്റെ ഈ കണക്കിന്റെ പേനകൾ, അത് മുതഅവ്വിലുൻ, അത് ചിന്തിച്ചാണ് എഴുതുള്ളൂ. മുദബ്ബർ എന്നർത്ഥം, ചിന്തിച്ചിട്ട് മാത്രമേ അത് എഴുതുള്ളൂ. വൽ മുഹാസിബു, അപ്പോ ഈ കണക്ക് നോക്കുന്ന ആൾ അവൻ മുനാഖിഷുൻ, അവൻ നല്ല ഗവേഷണം നടത്തുന്നവനാണ്. അതേസമയം വൽ മുൻഷിഉ അബൂ ബറാഖിസ്, മുൻഷി എന്ന് പറയുന്നത് അബൂ ബറാഖിസ് ആണ്, അതൊരു പക്ഷിയാണെന്നാ, പല നിറത്തിലുള്ള ഒരു പക്ഷിയാണ് ഇത് അബൂ ബറാഖിസ്. അപ്പൊ അതിനെ പലതും പല രൂപത്തിലാണ് കാണുക. അപ്പൊ അതേപോലെയാണ് ഇൻഷാ എഴുതുന്ന ആള്, അയാൾ പലതും പൊക്കിയും പുകഴ്ത്തിയും തൊങ്ങലൊക്കെ വെച്ച് എഴുതും. അപ്പൊ എന്താവും, അപ്പൊ പല വ്യാജം ഇതിൽ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനൊക്കെ ആണെങ്കിലും വലിക്കിലൈഹിമ ഹുമ്മത്തുൻ, എന്തായാലും ഇത് രണ്ടാൾക്കും
അതിന് കണക്ക് നോക്കുന്നവനാണെങ്കിലും മനുഷ്യനാണെങ്കിലും രണ്ടാൾക്കും ഉണ്ട് ഹുമ്മത്തുൻ വിഷം അല്ലെങ്കിൽ ഷർറ്. ഹുമ്മത്ത് എന്ന് പറയും വിഷം അല്ലെങ്കിൽ ഷെറ്, രണ്ടും വിഷം ഷെറ് രണ്ടുണ്ട്. ഹീന ഇറക്ക, അത് രണ്ടും ഉയരുമ്പോ, ഇറക്കണ അവന്റെ സ്ഥാനം ഉയരുമ്പോൾ രണ്ടിലും വിഷമുണ്ട്. ഇലായുൽക്ക, ഒന്നല്ലെങ്കിൽ അവനെ ഒഴിവാക്കപ്പെടുന്നത് വരെ, ഔയുർക്ക അല്ലെങ്കിൽ അവർക്ക് മന്ത്രം ചെയ്യപ്പെടുന്നവരെ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞ അർത്ഥം? കാരണം സാധാരണഗതിയിൽ എന്ത് ചെയ്യും, മന്ത്രം ചെയ്യുമ്പോ ഷെറ് ശാന്തമാവും, ആ ഷെറ് എന്താവും, ഒഴിവായി പോവും. അതേപോലെ ഇത് ഇവരെ ഇവിടെ എന്താണ് റുഖിയ്യത്ത് എന്നാൽ ഇതാണ് ഉദ്ദേശിച്ചത്. എന്ത് എന്താ കൈക്കൂലി മറ്റും കൊടുക്കുക അല്ലെ, അതുവരെ ചിലപ്പോൾ ഷെറൊക്കെ ഉണ്ടാവും എന്നർത്ഥം. വയനാത്തും ഫീമ യുൻഷൗ, മാത്രമല്ല യനാത്തുൻ എന്തുകൊണ്ട് മഷക്കത്തുൻ പ്രയാസവുമുണ്ട്, യനാത്തുൻ പ്രയാസവുമുണ്ട്, ഫീമ യുൻഷോ ഇൻഷാ ചെയ്യപ്പെടുന്ന ഒന്നിൽ, ഉണ്ടാക്കപ്പെടുന്ന ഒന്നിൽ, എഴുതപ്പെടുന്ന ഒന്നിൽ നിർത്താം, യുൻഷോ യുക്തബു നിർത്താം. അത്തായു ഉഷ, അവൻ ഉദ്ദേശിക്കപ്പെടുന്നത് വരെ, അവൻ എന്തൊരു കാര്യമാണോ ഉദ്ദേശിക്കുന്നത്, ഓ യുർഷ അല്ലെങ്കിൽ വൈ യുർഷ, അവനിക്ക് കൈക്കൂലി നൽകപ്പെടുന്നത് വരെ, അവൻ ഉദ്ദേശിച്ച് കിട്ടുന്നത് വരെ അവനിൽ എന്തുണ്ടാവും, ചില മഷക്കത്തുകളൊക്കെ ഉണ്ടാവും. ഇല്ലല്ലദീന ആമനു, ആരൊഴികെ, ഈമാനുള്ളതായിരിക്കുന്ന ആളുകൾക്ക്. ഈ രണ്ട് വിഭാഗത്തിലും ഈമാനുള്ളതായിരിക്കുന്ന ആളുകൾ ഒഴികെ, വഅമിലു സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവരും ഒഴികെ, ഖലീലുമാഹും, അങ്ങനെയുള്ള ആളുകൾ വളരെ കുറവായിരിക്കും താനും. ഒക്കാലല്ല അങ്ങനെ. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തു, അപ്പൊ കുറച്ച് ഹിസാബിനെ കുറച്ച് പൊക്കി പറഞ്ഞു അല്ലെ. നേരത്തെ ഇൻഷാനെ പൊക്കി പറഞ്ഞു, ഇപ്പൊ രണ്ടും തുല്യായി. ഇവരെയും അവസാനം എന്ത് ചെയ്തു, രണ്ടാൾക്കും ചില ചെറിയൊരു അടിയും കൊടുത്തു അല്ലെ. രണ്ടാളിലും എന്തുണ്ട്, ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഹാരിസ് ബിൻ ഉമ്മ, നമ്മളെ ഈ കഥ പറയുന്ന ആള് പറയാ, ഫലമ്മ അംത ലസ്മാ ബിമാ റാഖ വറാഅ, ഫലമ്മ അംത അദ്ദേഹം സുഖിപ്പിച്ചപ്പോൾ, അൽ അസ്മാ എന്തിനെ, ചെവികളെ അദ്ദേഹം സുഖിപ്പിച്ചപ്പോൾ, ബിമാ റാഖ വ അദ്ദേഹം ഭംഗിയാക്കി പറയുകയും അദ്ദേഹം പുകഴ്ത്തുകയും ചെയ്ത ഈ കാര്യങ്ങൾ കൊണ്ട് എന്ന് പറഞ്ഞാൽ, ബിമാ റാഖന അജബ്, അദ്ദേഹം അത്ഭുതപ്പെടുത്തി പറഞ്ഞ ഈ കാര്യങ്ങൾ. ഇത്രയും നല്ല രീതിയിൽ ഇയാൾ സാഹിത്യത്തിൽ സംസാരിച്ചു. അപ്പൊ ഇങ്ങനെയൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് അദ്ദേഹം ചെവികളെ, എന്നാൽ ഇതൊക്കെ ഇങ്ങനെ എല്ലാവരും കേട്ട, കപ്പലാളും കേൾക്കില്ല, അപ്പൊ എല്ലാവരും ഇത് കേട്ട് വളരെ സുഖമായി. ഞങ്ങൾ ഇസ്തൻസബിനാഹു, ഞങ്ങൾ അദ്ദേഹത്തോട് നെസബ ചോദിച്ചു എന്നാ, തറവാടെന്ന് ചോദിച്ചു, പേരെന്താണ്, അവിടുന്ന് പേര്, നിങ്ങൾ തറവാട് എന്താന്നൊക്കെ ഞങ്ങൾ ചോദിച്ചു എന്നാ. പക്ഷെ ഫസ്തറാബ, പക്ഷെ അദ്ദേഹം സംശയത്തിലായി. ഫസ്തറാബ എന്നാ ദഹലത്തു ഫി ദീപത്തിന്ന, സംശയത്തിൽ പ്രവേശിച്ചു എന്ന്. അയാൾക്ക് സംശയമായി. അത്രയും നേരം നിങ്ങൾ അയാളെ തീരെ മെയിൻറ്റെയിൻ ചെയ്തില്ല. അയാളും വർത്താനം പറയാൻ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു, എല്ലാവരും കൂടി മിണ്ടാപ്പിച്ചുല്ലേ. ഇപ്പൊ ഇത്രയും നേരം പറഞ്ഞപ്പോ എന്താ ചെയ്ത്, എല്ലാവരും ആരാണ് എന്താതൊക്കെ ചോദിക്കാൻ തുടങ്ങി. അപ്പൊ അയാൾക്ക് സംശയമായി എന്നാ. അദ്ദേഹം തറവാട് വ്യക്തമാക്കലിനെ വിലങ്ങി. വലോ വജദ മുൻസാബൻ, അദ്ദേഹം പ്രവേശിക്കാൻ വല്ല സ്ഥലവും കിട്ടിയിരുന്നെങ്കിൽ അൻസാബ, അയാൾ പ്രവേശിക്കുമായിരുന്നു. ഫഅസൽതു മിൻ ലബ്സി അലാ ഉമ്മത്തിൻ, ഫഅസൽതു അപ്പോൾ എനിക്ക് കരസ്ഥമായി, മിൻ ലബ്സി അയാളുടെ ഈ സംശയത്തിൽ നിന്നും, അലാ ഉമ്മത്തിന് ഒരു പ്രയാസം. ഇദ്ദേഹം പറയാതെ അയാൾക്ക് ഇൽത്തിബാസ്, അയാൾക്ക് സംശയമായി. അപ്പൊ എനിക്കെന്തൊരു പ്രയാസമായി. അത്തദ്ദക്കർതു ബഅദ അമ്മത്തിൻ, അത്തദ്ദക്കർതു ഞാൻ പറയുന്നത് വരെ, ബഅദ അമ്മത്തിൻ കുറച്ച് സമയത്തിന് ശേഷം. അമ്മത്ത് എന്നാൽ ഹീൻ എന്നർത്ഥം, ബഅദ അമ്മത്തിന് ബഅദ ഹീൻ എന്നർത്ഥം, ഇദ്ദക്കറ ദക്കർത്തു എന്നർത്ഥം. ഫഖുൽതു, ഞാൻ ഒച്ചേരം ഓർത്തു, കുറച്ച് സമയത്തിന് ശേഷം ഞാനിങ്ങനെ ഓർത്തു. എന്നിട്ടോ ഫഖുൽതു, ഞാൻ പറഞ്ഞു, വല്ലദീ സഖറൽ ഫലഖ വദ്ദവാറ, ചുറ്റിക്കൊണ്ടിരിക്കുന്ന ചക്രവാളങ്ങളെ കീഴ്പ്പെടുത്തിയവനാകുന്ന റബ്ബ് തന്നെ സത്യം. വൽഫുൽക സയ്യാറ, ഒഴുകിക്കൊണ്ടിരിക്കുന്ന സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കപ്പലുകളെയും കീഴ്പ്പെടുത്തി തന്ന റബ്ബ് തന്നെ സത്യം. ഇന്നി ലഅജിദു റീഹ അബീ സൈദിൻ, ഇന്നി നിശ്ചയം ഞാൻ, ലഅജിദു ഞാനിതാ എത്തിച്ചിരിക്കുന്നു, റീഹ അബീ സൈദിൻ, അബൂ സൈദിന്റെ വാപ്പാന്റെ റീഹ് ഞാനിതാ എത്തിച്ചിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഫഇൻ കുന്തു, ഞാനായിരുന്നുവെങ്കിൽ, അഅഹുദുഹു അദ്ദേഹത്തെ അറിയിച്ചു കൊടുത്തിരുന്നുവെങ്കിൽ, ദാ റവാഇൻ വഐദിൻ, ദാ റവാഇൻ അല്ല യുവത്വമുടേതിനെ, അല്ലെങ്കിൽ വൈദിൻ ശക്തിയുടേതിനെ ഞാൻ അയാൾക്ക് അറിയിച്ചു കൊടുത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് സമയത്തിന് ശേഷം പറഞ്ഞു. ഫതബസ്സമ ളാഹിക മിൻ ഖൗലി, ഫതബസ്സമ, അപ്പൊ അയാളാണ് പുഞ്ചിരിച്ചു, ലാഹിക്കൻ ചിരിക്കുന്നവരായിട്ടുണ്ട് പുഞ്ചിരിച്ചു, പൊട്ടിയാണ് ചിരിച്ചു, മിൻ ഖൗലി എന്റെ ഈ വാക്ക് കേട്ടിട്ട് എന്ത് ചെയ്തു, അയാൾ പൊട്ടിച്ചിരിച്ചു. ഇൻഷാ അല്ലാഹ് അപ്പം കഴിഞ്ഞിട്ടില്ല, കുറച്ചും കൂടി ഉണ്ട്. അപ്പം അത് ഇൻഷാ അല്ലാഹ് സമയമായതുകൊണ്ട് ഞാൻ അടുത്ത ക്ലാസ്സിന് എടുക്കും. എല്ലാവരും ഇതുവരെയുള്ള വാക്കുകൾ, അതിൻ്റെ അർത്ഥങ്ങളും മറ്റും
കൃത്യമായി എഴുതി വെക്കുകയും അത് പഠിക്കുകയും ചെയ്യുക. അള്ളാഹു ഖൈറും ബറക്കത്തും ചെയ്യട്ടെ.